നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മെൽബണിലെ ഫെഡറേഷൻ സ്ക്വയറിൽ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ സംഘടിപ്പിച്ച വാർഷിക പതാക ഉയർത്തൽ ചടങ്ങ് വൻ പങ്കാളിത്തത്തോടെ ഭക്തിനിർഭരമായി നടന്നു. ശനിയാഴ്ച നടന്ന ചടങ്ങിൽ പ്രശസ്ത നടി രേഖ ദേശീയ പതാക ഉയർത്തി ഓസ്ട്രേലിയൻ മലയാളി ഇന്ത്യൻ സമൂഹത്തിന് അഭിമാന നിമിഷമൊരുക്കി. ചടങ്ങിൽ പ്രശസ്ത നടൻ പങ്കജ് ത്രിപാഠി, മെൽബൺ ലോർഡ് മേയർ നിക്കോള സ്ട്രീസ് എന്നിവർക്കൊപ്പം ആയിരക്കണക്കിന് ചലച്ചിത്ര പ്രേമികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. മൂവർണ്ണക്കൊടി വാനിലുയർന്ന രാവിലെ വൈവിധ്യമാർന്ന സംഗീത നൃത്ത പരിപാടികളോടെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സാംസ്കാരിക സൌഹാർദ്ദം വിളിച്ചോതുന്ന ആഘോഷങ്ങൾക്കാണ് ഫെഡറേഷൻ സ്ക്വയർ സാക്ഷ്യം വഹിച്ചത്. രാജ്യത്ത് വണ്ണം കുറയ്ക്കുന്നതിനും പ്രമേഹത്തിനുമായി ഉപയോഗിക്കുന്ന GLP-1 മരുന്നുകൾ കഴിച്ചതിനെ തുടർന്ന് 62 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കണക്കുകൾ. രാജ്യത്തെ ഔഷധ നിയന്ത്രണ ഏജൻസിയായ തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷനാണ് ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഈ മരുന്നുകൾ കാരണം ഗുരുതരമായി 3000-ഓളം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും ഹെറാൾഡ്സൺ റിപ്പോർട്ട് ചെയ്യുന്നു. ഛർദി, പാൻക്രിയാസ് വീക്കം, ആത്മഹത്യാ പ്രവണത, കാഴ്ചവൈകല്യത്തിന് കാരണമാകുന്ന അപൂർവമായ കണ്ണ് രോഗങ്ങൾ എന്നിവയാണ് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യപ്പെട്ട പാർശ്വഫലങ്ങൾ. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 14-ന് ബോണ്ടായി ബീച്ചിലെ ജൂത സമൂഹത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ തോക്ക് നിയന്ത്രണ നിയമങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ന്യൂ സൌത്ത് വെയിൽസ് തോക്കുകൾ തിരികെ വാങ്ങുന്നതിനുള്ള പദ്ധതി ആരംഭിക്കുന്നു. ഈ വരുന്ന നവംബർ 2 മുതൽ ഈ പദ്ധതി നടപ്പിലാക്കും. തോക്ക് കൈവശം വയ്ക്കുന്നതിനും ലൈസൻസ് പുതുക്കുന്നതിനും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിധിക്കപ്പുറം തോക്കുകൾ കൈവശം വയ്ക്കുന്നവർക്കും അവരുടെ ലൈസൻസ് അനുസരിച്ച് ചില പ്രത്യേക തോക്കുകൾ അനുവദനീയമല്ലാത്തവർക്കും അവ തിരികെ നൽകി നഷ്ടപരിഹാരം കൈപ്പറ്റാവുന്നതാണ്. ഒരു തോക്കിന് പരമാവധി $10,000 വരെയാകും നഷ്ടപരിഹാരമായി ലഭിക്കുക. സംസ്ഥാനത്തെ 4-1 തോക്കുടമകളെയും ഏകദേശം 50,000 ലൈസൻസ് ഉടമകളെയും പുതിയ തോക്ക് പരിഷ്കാരങ്ങൾ ബാധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് പ്രകാരം ഏകദേശം 2,74,000 തോക്കുകൾ തിരികെ വാങ്ങിയേക്കും. തോക്കുകൾ തിരികെ വാങ്ങുന്നതിനുള്ള പദ്ധതി ആരംഭിക്കുന്ന ഓസ്ട്രേലിയയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ന്യൂ സൌത്ത് വെയിൽസ്. സിഡ്നി നഗരത്തിലെ പ്രധാന റെയിൽവേ ശൃംഖലയിൽ അടിയന്തര അറ്റകുറ്റപ്പണികളെ തുടർന്ന് വെള്ളിപ്പൊഴുതിലെ തിരക്കേറിയ സമയത്ത് ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായി സ്തംഭിച്ചു. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ട്രാൻസ്പോർട്ട് ഹബ്ബുകളിലൊന്നായ റാഡ്ഫൺ സ്റ്റേഷനിൽ റെയിൽവേ ലൈനിന് മുകളിലൂടെയുള്ള വൈദ്യുതി കമ്പികൾ പൊട്ടിവീണതാണ് ട്രെയിൻ ഗതാഗതം താറുമാറാക്കിയത്. സംഭവത്തെ തുടർന്ന് നിരവധി ട്രെയിനുകൾ പ്ലാറ്റ്ഫോമുകളിലും സ്റ്റേഷനുകൾക്കിടയിലുമായി പാതി വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കുടുങ്ങിയ ട്രെയിനുകളിൽ നിന്ന് യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കുകയും റെയിൽവേ ട്രാക്കുകളിലൂടെ നയിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. രാജ്യത്ത് കുഞ്ഞു പെൻഗ്വിനുകളിൽ ആദ്യമായി മാരകമായ H5 ബേർഡ് ഫ്ലൂ സ്ഥിരീകരിച്ചു. വിക്ടോറിയയിലെ പ്രശസ്തമായ ഫിലിപ്പ് ഐലൻഡിലാണ് രോഗബാധയെ തുടർന്ന് പെൻഗ്വിൻ ചത്തതായി അധികൃതർ സ്ഥിരീകരിച്ചത്. സംഭവത്തെ തുടർന്ന് മേഖലയിലെ ആയിരക്കണക്കിന് പെൻഗ്വിനുകൾക്ക് വരും ദിവസങ്ങളിൽ വാക്സിൻ നൽകുവാനുള്ള നീക്കങ്ങൾ സർക്കാർ വേഗത്തിലാക്കി. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഫിലിപ്പ് ഐലൻഡിൽ ഏകദേശം 40,000-ഓളം കുഞ്ഞു പെൻഗ്വിനുകളാണുള്ളത്. അതേസമയം രോഗം സ്ഥിരീകരിച്ച പെൻഗ്വിൻ കണ്ടെത്തിയത് ദ്വീപിലെ പ്രശസ്തമായ പെൻഗ്വിൻ പരേഡ് മേഖലയ്ക്ക് പുറത്താണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എവിടെ നിന്നും ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചക്കാരും സർക്കാരാണെങ്കിലും മണിപ്പൂരിയാണെങ്കിലും 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. പിതൃസ്മരണയിൽ കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം നടത്തി സിഡ്നി മലയാളികൾ. ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസിന്റെ നേതൃത്വത്തിൽ സിഡ്നിയിലെ ലിവർപൂളിനടുത്തുള്ള ജോർജസ് നദീതീരത്ത് കർക്കിടക വാവ് ബലിപൂജയും പിതൃതർപ്പണവും ഭക്തിനിർഭരമായി നടന്നു. ആഗസ്റ്റ് 12 ബുധനാഴ്ച രാവിലെ 6:30-നായിരുന്നു ഈ പുണ്യ ചടങ്ങ് സംഘടിപ്പിച്ചത്. ജന്മനാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് മൈൽ അകലെയാണെങ്കിലും പൂർവികരെ അനുസ്മരിക്കാനായി കടുത്ത തണുപ്പിനെയും മഞ്ഞിനെയും അവഗണിച്ച് 120ഓളം മലയാളി കുടുംബങ്ങൾ ഒത്തുചേർന്നു. ശ്രീ ഷൺമുഖം ഗുരുക്കൾ മുഖ്യ കാർമ്മികത്വം വഹിച്ച ഈ ചടങ്ങ് തുടർച്ചയായ 8ാമത്തെ വർഷമാണ് OHM NSW സിഡ്നിയിൽ സംഘടിപ്പിക്കുന്നത്.
ജന്മം നൽകിയ പിതൃക്കൾക്കും കുലദൈവങ്ങൾക്കും നന്ദി അർപ്പിച്ച ഈ ദർപ്പണം വിദേശ മണ്ണിലും മലയാളികളുടെ വിശ്വാസവും സംസ്കാരവും എത്രത്തോളം ആഴമുള്ളതാണെന്ന് വിളിച്ചോതുന്നതാണ്. ബംഗ്ലാദേശിനെതിരെ ആദ്യ ടെസ്റ്റിൽ ലീഡ് തിരിച്ചുപിടിക്കുവാൻ ഓസ്ട്രേലിയ പൊരുതുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ 228 റൺസ് ലീഡ് വഴങ്ങിയ ഓസീസ് രണ്ടാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. ഇപ്പോഴും 67 റൺസ് പിറകിലാണ് ആതിഥേയർ. 43 റൺസുമായി കാമറൂൺ ഗ്രീൻ, 19 റൺസുമായി അലക്സ് കാരി എന്നിവരാണ് ക്രീസിൽ. ബംഗ്ലാദേശിന് വേണ്ടി ഹസൻ മുഹമ്മദ് 2 വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ ഓസീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 198-നെതിരെ ബംഗ്ലാദേശ് 426 റൺസാണ് നേടിയത്. Melbourne's biggest property event is coming to the West. Near Estate and Aussie TV proudly present the Melbourne West Property Show 2026. Meet banks, builders, developers, real estate agents and finance experts, all under one roof. Enjoy exclusive expo-only offers, expert advice and exciting giveaways. Encore Event Centre, Hoppers Crossing, Werribee, Victoria, 3029, Saturday 19th September, 9 a.m. to 4 p.m. Register free now and be part of Melbourne's biggest property event in the West. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് കേരളം. മുഖ്യമന്ത്രി വി ഡി സതീശൻ തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ ദേശീയ പതാക ഉയർത്തി. ദേശീയഗാനത്തിന്റെ അകമ്പടിയോടെയാണ് പതാക ഉയർത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ വന്ദേമാതരം ആലപിച്ചില്ല. തുടർന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നുള്ള പുഷ്പവിഷ്ഠയും നടന്നു. വിവിധ സേനാ വിഭാഗങ്ങൾ, എൻസിസി, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ്, പോലീസ് കേഡറ്റുകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ പരേഡിന്റെ അഭിവാദ്യവും മുഖ്യമന്ത്രി സ്വീകരിച്ചു. രാജ്യത്ത് 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ഇന്നലെ ദേശീയ പതാക ഉയർത്തി. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം മുഴങ്ങി. 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഗാനം പതാക ഉയർത്തുന്നതിന് മുമ്പ് പൂർണ്ണമായും ആലപിച്ചു. പിന്നാലെ വിവിധ സൈനിക വിഭാഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പരേഡ് നടന്നു. രാജ്ഘട്ടിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ എത്തിയത്. കർണാടകയിലെ ചാമരാജ് നഗറിലുള്ള കാവേരി വന്യജീവി സങ്കേതത്തിനുള്ളിലുണ്ടായ വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. കാടിനുള്ളിൽ വെച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇവർക്ക് നേരെ വെടിയുതിർത്തത്. കൊല്ലപ്പെട്ട 3 പേരും മൃഗങ്ങളെ വേട്ടയാടുവാനായി എത്തിയവരാണ് എന്നാണ് വനംവകുപ്പ് അധികൃതർ നൽകുന്ന പ്രാഥമിക വിശദീകരണം. എന്നാൽ നാട്ടുകാർ ഇത് തള്ളി. വെടിവയ്പ് വാർത്ത പുറത്തുവന്നതോടെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.